എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അവസാനം കൊണ്ടുവന്ന ഒന്നാണ് ദാരിദ്ര്യമുക്ത കേരളം. ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളോട് ചെയ്യുന്ന വലിയ അനീതിയല്ലേ? കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിഹിതം ഇനി വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. എന്നാൽ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതായിട്ടുണ്ടോ? ഇവിടെ വീടില്ലാത്ത ആളുകൾ, ബാത്റൂമില്ലാത്ത, കുടിവെള്ളമില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്നും അദാലത്തിൽ വന്ന് അവരുടെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്. അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു അദാലത്തിലേക്ക് എൻ്റെ വീഡിയോ കൊണ്ടുപോകാം. എത്ര പട്ടിണി പാവങ്ങളുള്ള ഇത് മൊത്തം നിറഞ്ഞിരിക്കുവാണ്. പട്ടിണി പാവങ്ങൾ, ഒരു വീടില്ല, കക്കൂസില്ല, വെള്ളമില്ല, റോഡില്ല, ഒരു വാഴക്കേ ഇല്ലാതെ. ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ 90% വോട്ട് കിട്ടുമെന്ന അഹങ്കാരമാണ് പിണറായി വിജയൻ സർക്കാരിന് ഇപ്പൊ നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പട്ടിണി പാവപ്പെട്ടവർക്ക് ഒരു കുന്തവും ചെയ്തു കൊടുക്കാത്തത്. നാണക്കേടാണ് പിണറായി വിജയ. കുടിവെള്ളം പോലുമില്ല ഈ പാവപ്പെട്ടവർക്ക്. എന്തിനാണ് നിങ്ങൾ കേരളം ഭരിക്കുന്നത്? അമ്മേ, എന്താ ഉള്ളത്? ഒന്നുമില്ല. കുടിവെള്ളം ഉണ്ടോ? ഇല്ല. കക്കൂസുണ്ടോ? ഇല്ല. വീടുണ്ടോ? ഇല്ല. നമ്മളെ സ്ഥലം ആളുള്ള ഫാമിലി കിട്ടിയിട്ട് അതിന്റെ അകത്ത് ആനന്റെ ശല്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് വേറെ സ്ഥലം വേണം. ഇപ്പൊ കക്കൂസും ഇല്ല, കുടിവെള്ളം ഇല്ല, കണ്ടില്ല. കാര്യമായിട്ട് കുടിവെള്ളമില്ല. മെയിനായിട്ട് കുടിവെള്ളം എല്ലാരും മുഖ്യമന്ത്രിയോട് അപേക്ഷ കൊടുക്കുന്ന വേസ്റ്റ് ഹോട്ടലിൽ ഒരു തള്ളുവാ. വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ കാല് പിടിച്ചല്ലേ വോട്ട് ചോദിച്ചേ? അങ്ങനെ ആക്കിയിട്ട് പോയിട്ട് ഇപ്പം പിന്നെ തലേ തുണിയിട്ട് കിടക്കുവാണ്. ഇപ്പൊ നിങ്ങൾ അവരുടെ കാല് പിടിക്കണം പോയി. വോട്ട് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയില് ധർമ്മടം പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ്. ഇവിടെ ഒരു അദാലത്ത് നടക്കുവാണ്. എത്ര പട്ടിണി പാവങ്ങളാണെന്നറിയാവോ? ഇതേ കണക്ക് ഈ അദാലത്തും കൊണ്ട്, ഈ അപേക്ഷയും കൊണ്ട് ഇവിടൊക്കെ കയറി ഇറങ്ങുന്ന അറിയാവോ?